ഒത്തിരി പേരൻസിൻ്റെയും സ്റ്റുഡൻസിൻ്റെയും ഡൗട്ടാണ് നമ്മുടെ തമ്നെയിലിൽ കണ്ട പോലെ തന്നെ ഡീംഡിൽ MBBS പഠിച്ചാൽ പണി പാളുമോ? എന്താണ് ഡോക്ടർ അതിനെപ്പറ്റി പറയാനുള്ളത്? ഡീംഡ് MBBS മാത്രമല്ല, ഇന്ത്യയിലെ എല്ലാ മെഡിക്കൽ കോളേജുകളും മെഡിക്കൽ കൗൺസിൽ ഓഫ് ഇന്ത്യയുടെ അപ്രൂവലുള്ള കോളേജുകളാണ്. എങ്കിൽ മാത്രമാണ് അലോട്ട്മെൻറ്റിൽ പങ്കെടുക്കാൻ പറ്റത്തുള്ളൂ. അലോട്ട്മെൻറ്റ് ത്രൂ അല്ലാണ്ട് ആരും ആക്ച്വലി ഇന്ത്യയിൽ ഒരിടത്തും MBBS അഡ്മിഷൻ എടുക്കുന്നില്ല. ശരി, ഡീംഡ് ആയാലും ഒരു ഗവൺമെൻറ് കോളേജ് ആയാലും ആക്ച്വലി ഗവൺമെൻറ് അലോട്ട്മെൻറ്റ് വഴിയാണ് ഓരോ കുട്ടിയും അഡ്മിഷൻ എടുക്കുന്നത്. അതായത് ചുരുക്കം പറഞ്ഞാൽ ഗവൺമെൻറ്റിന് ആ കുട്ടിയുടെ കോഴ്സ് കംപ്ലീറ്റ് ചെയ്യുന്നിടം വരെയുള്ള കാര്യത്തിൽ റെസ്പോൺസിബിലിറ്റി ഉണ്ട് അല്ലേ? അതെ, 100% ഗ്യാരണ്ടീഡ് ആണ് ഗവൺമെൻറ് അതിൻ്റെ അകത്ത്. പ്രത്യേകിച്ച് ഡീംഡ് കോളേജുകളിൽ നമ്മൾ അഡ്മിഷൻ എടുക്കുന്നത് NMCയുടെ സൈറ്റ് ത്രൂ ആണ്. അതെ, അത് ഓപ്പറേറ്റ് ചെയ്യുന്നത് സെൻട്രൽ ഗവൺമെൻറ് ആണ്. സോ 100% അതിനകത്ത് റിലയബിൾ ആണ് അല്ലേ? അതെ. പിന്നെ ഓരോ സർട്ടിഫിക്കറ്റിനും വാല്യൂ ഡിഫറൻസ് ഉണ്ട്. ഇപ്പം നമുക്കിപ്പോൾ അമൃത അല്ലെങ്കിൽ മംഗലാപുരം എനപ്പോയ അങ്ങനെ പല പല കോളേജുകളുണ്ട്. ഓരോ സർട്ടിഫിക്കറ്റിനും അതിൻ്റേതായ ഒരു വാല്യൂ നമുക്കിപ്പോൾ ഒരു ഇൻ്റർവ്യൂ അല്ലെങ്കിൽ ഒരു ഹോസ്പിറ്റലിൽ ജോലി ചെയ്യുമ്പോൾ ഉണ്ട്. അപ്പം കോളേജ് ചൂസ് ചെയ്യുമ്പം അത്യാവശ്യം പേഷ്യൻ്റ് ഫ്ലോ ഒക്കെ ഉള്ള കോളേജുകൾ നോക്കി ചൂസ് ചെയ്യുക എന്നുള്ളതാണ്. സർട്ടിഫിക്കറ്റ് വാല്യൂവിനേക്കാൾ ഉപരി കോളേജിൻ്റെ പ്രീമിയം അനുസരിച്ച് സർട്ടിഫിക്കറ്റിന് വാല്യൂ കൂടുന്നുണ്ട് അല്ലേ? അതെ, അതെ. കോളേജിൻ്റെ ഒരു പേരുണ്ടല്ലോ, ഓരോ സ്ഥലത്തും ഉള്ള കോളേജുകളുടെ ഒരു ബ്രാൻഡ് നെയിം ഉണ്ട്. അതെ, അതിനനുസരിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും വാല്യൂ മാറുന്നതല്ലാണ്ട് സർട്ടിഫിക്കറ്റ് കിട്ടുന്നതിനെല്ലാം ഈക്വൽ വാല്യൂഡ് ആണ് അല്ലേ? അതെ, അതെ, അതെ. സോ ഡീംഡിൽ നമ്മൾ സ്കോളർഷിപ്പ് ത്രൂ ഒരു MBBS അഡ്മിഷൻ എടുത്താൽ നമുക്ക് ഭാവിയിൽ പ്രാക്ടീസ് ചെയ്യുന്നതിനോ വേറെ ഒന്നും ബുദ്ധിമുട്ടുള്ള കാര്യമേ അല്ല അല്ലേ? അതെ. ഇതിനോടൊപ്പം ചേർത്ത് പറഞ്ഞ വേറൊരു കാര്യം, ചില ഡീംഡ് കോളേജുകൾ ഇന്ത്യക്ക് പുറത്ത് കോളേജുകൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അതേ പേരിൽ. നമ്മൾ പേരെടുത്ത് പറയേണ്ട ആവശ്യമില്ല. അത് ചില കോളേജുകൾ, ചില യൂണിവേഴ്സിറ്റികൾ ഇന്ത്യക്ക് വെളിയിൽ, അപ്പം നമ്മൾ വളരെ പ്രീമിയം കോളേജിന് വരെ ആക്ച്വലി അങ്ങനെയുണ്ട്. പക്ഷെ അതൊരു മിസ്ലീഡിംഗ് ആയിട്ട് പലപ്പോഴും വരാറുണ്ട്. കാരണം നമുക്കത് ഇവിടെ പഠിക്കുന്ന അതേ ഒരു വാലിഡിറ്റി ആയിരിക്കുകയല്ല, അല്ലെങ്കിൽ ആ ഒരു സർട്ടിഫിക്കറ്റ് നമുക്ക് കിട്ടില്ല എന്നുള്ളതാണ് ഇന്ത്യയിൽ വെളിയിൽ പഠിച്ചാൽ. അതെ, അത് ഒരിക്കലും ഇന്ത്യൻ MBBS ആയിട്ട് ഒരിക്കലും കൺസിഡർ ചെയ്യത്തില്ല. FMG ത്രൂ സ്ക്രീനിങ് ത്രൂ മാത്രമാണ് ഇന്ത്യയിൽ പ്രാക്ടീസ് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉള്ളൂ അല്ലേ? അതെ, അതെ. സോ അതൊഴിച്ചു ബാക്കി എല്ലാ ഡീംഡ് കോളേജിനും വാലിഡിറ്റി ഉണ്ട് 100%. ഇന്ത്യയിലുള്ള ഏത് കോളേജുകളിലും നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് വഴി കയറുന്നതിന് ഒന്നും പേടിക്കേണ്ട ആവശ്യമില്ല. നമുക്ക് എങ്ങനെ സ്കോർ കുറച്ചെടുക്കാം, സ്കോർ കുറവുള്ളവർക്ക് എങ്ങനെ എമൗണ്ട് കുറച്ചെടുക്കാം എന്നുള്ളതിനെ പറ്റി മാത്രമാണ് നമ്മൾ കൃത്യമായിട്ട് ആലോചിക്കേണ്ടത്. പല ഡീംഡ് കോളേജിലും സ്കോളർഷിപ്പോട് കൂടി പഠിക്കാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. NRI സീറ്റ്സിൽ റേറ്റ് കുറച്ച് പഠിക്കാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങൾക്ക് നിങ്ങൾക്ക് ഓപ്ഷൻ അറേഞ്ച് ചെയ്യാൻ ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ഞങ്ങളെ വിളിക്കാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. നമ്മളായിട്ട് 1-to-1 ഇരുന്ന് നമുക്കത് ഡിസ്കസ് ചെയ്ത് ഒരു ഓപ്ഷൻ ലിസ്റ്റ് ഉണ്ടാക്കാനുള്ള പോസിബിലിറ്റി എല്ലാം ഉണ്ട്. ഓക്കെ, അപ്പം എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ താഴെ ഡിസ്ക്രിപ്ഷനിൽ നമ്മുടെ നമ്പറുണ്ട്, നമ്മളെ കോൺടാക്ട് ചെയ്യാം. 1-to-1 ആയിട്ടിരുന്ന് നമുക്ക് ഡിസ്കസ് ചെയ്യാം. താങ്ക് യു.